എല്ലാവർക്കും ഒത്തൊരുമയുണ്ട്. അന്ന് പെരുന്നാളുണ്ടായിരുന്നു, റംസാനോ പിന്നെ ഈസ്റ്റർ ഉണ്ടായിരുന്നു, ക്രിസ്മസ് ഉണ്ടായിരുന്നു, ഓണം ഉണ്ടായിരുന്നു. ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരുമിച്ച് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പരസ്പരം സ്നേഹങ്ങൾ കൈമാറിയും പിന്നെ എല്ലാവരും ഓണത്തിനുള്ള ആഘോഷത്തിന് മുസ്ലിങ്ങൾ പങ്കെടുക്കും, ക്രിസ്ത്യാനികൾ പങ്കെടുക്കും. പിന്നെ മുസ്ലിങ്ങളുടെ ആഘോഷത്തിൻ്റെ ഇതിന് ഹിന്ദുക്കൾ കാത്തിരിക്കും അപ്പവും ഉറട്ടിയും കോഴിയിറച്ചിയും ആട്ടിറച്ചിയും തിന്നാൻ വേണ്ടി. അതേപോലെ ക്രിസ്ത്യാനികളുടെ പിന്നെ ഇതിനും പിന്നെ ഹിന്ദുക്കൾ കാത്തിരിക്കും അവരെ പനയലപ്പം ഒരപ്പം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടി. അങ്ങനെ കൊണ്ടുവരുന്ന നാട്ടിൽ ഇതെല്ലാം സർവ്വതും നശിച്ച് നിസ്സാര കാര്യങ്ങളാണ്. ആരെയൊക്കെ വ്യക്തി താല്പര്യമാണ്, അല്ലാതെ ഇവിടെ മതങ്ങൾക്കും ജാതിക്കാർക്കും തങ്ങളിലടിക്കുന്ന യാതൊരു ഇതുമില്ല. ആർക്കൊക്കെ ഇവിടെ എന്തൊക്കെ മുതലുണ്ടാക്കണം, അത്രയേ ഉള്ളൂ. ശരിയാണ്, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ അതിലോട്ട് മതം കലർന്നു വന്നപ്പോൾ ഞാനൊന്ന് പറയുമ്പോൾ അവർ രണ്ട് പറയും, അവർ രണ്ട് പറയുമ്പോൾ ഞാൻ നാല് പറയും. അവൻ എന്റെ തള്ളയെ വിളിക്കും, ഞാൻ അവന്റെ തള്ളയെ വിളിക്കും. പിന്നീട് അതങ്ങോട്ട് ആളുകൾ ഏറ്റെടുത്ത് രണ്ട് മതക്കാർ തമ്മിൽ ഏറ്റുമുട്ടലായി. നിർത്താനുള്ള സമയമായി. രാഷ്ട്രീയം ഏതും ഭരിച്ചോട്ടെ, പക്ഷെ ഈ മതം പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം എല്ലാരും മതം പറയാന്ന്, അതാണ് രസം. ഇപ്പോ BJP മാത്രമാണ് മതം പറയണതെന്ന് പറയാൻ പറ്റില്ല. കാരണം BJP മാത്രം മതം പറയുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ അടി കൂടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ബാക്കിയുള്ള ആൾക്കാരും വന്ന് പാർട്ടിക്കാരും വന്ന് മതം പറയും, മതം പറഞ്ഞ് അടിയായി. എനിക്കെന്നെ അങ്ങനെ തോന്നുക മനസ്സിൽ, ഇത് വേണ്ട, ശരിയല്ല, ഒരു കുറ്റബോധം തോന്നി തുടങ്ങി. ആരെങ്കിലും ഭരിക്കട്ടെ എന്നുള്ള അവസ്ഥയ്ക്ക് എത്താനൊക്കെ എന്റെ മനസ്സ് ചിലപ്പോൾ തോന്നും. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ ചിന്തകളെ ചിലപ്പോൾ അങ്ങനെ ചിന്തിപ്പിക്കാൻ നമ്മൾ വിടില്ല. ഇന്ന് ഞാൻ സത്യം പറ അദ്ദേഹത്തിന്റെ വാക്കുകൾ പല ആളുകൾ ഇതിനു മുമ്പും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴേ അത് ഒരു പോയിന്റ് ആണ്. അത് നമുക്ക് അതങ്ങനെ എന്താ പറയാ, ഇനി ഈ മതം പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ഇനി എന്റെ ഉണ്ടാവില്ല, എന്റെ ഐഡിയയിൽ ഉണ്ടാവില്ല കേട്ടോ. ഇനി അത് പറഞ്ഞിട്ട് തെറ്റിപ്പോകുന്നവർക്ക് പോകാം, ശരിയെന്ന് തോന്നുന്നവർക്ക് വരാം. ഈ മതം പറഞ്ഞിട്ടൊരു രാഷ്ട്രീയം ഞാൻ ഇനി പറയുന്നില്ല. രാഷ്ട്രീയം ഞാൻ പറയും, പക്ഷെ ഈ മതം ചേർത്തിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിനോടും അതിനെ സംബന്ധിച്ച ഒരു അഭിപ്രായത്തോടും ഞാനില്ല. അതായത് ഒരു വിഷയത്തിലും മതം ചേർത്തിട്ടുള്ള ഒരു വിഷയത്തിലും അഭിപ്രായം പറയാൻ ഞാനില്ല. ഒരു കണക്കിന് ചിലപ്പോൾ എന്നെ കാണുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നെയൊക്കെ തെറി വിളിക്കുമ്പോൾ അവരെ തെറി വിളിക്കുന്ന ആളുകള് അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ട്, എന്റെ രാഷ്ട്രീയത്തോടുള്ള ഇഷ്ടം കൊണ്ട് ഒക്കെയാണ്. പക്ഷെ അതൊരു വലിയ എന്താ പറയാ, സമാധാനം കെടുത്തുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട് എന്നൊരു തോന്നല് എനിക്കും ഉള്ളിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഈ മതം പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മതം കോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞാനത് വേണ്ടാന്ന് വെക്കുകയാണ്. മാനസികമായിട്ടൊരു ചേഞ്ചാണ് വേണ്ട. നമുക്കങ്ങനെ ഒരു വിദ്വേഷം നിറഞ്ഞ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല എന്നുള്ളൊരു തിരിച്ചറിവ്